ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വരുന്ന ജൂൺ 2024 ഫൗണ്ടേഷൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ലോ മോക്ക് ടെസ്റ്റ് പേപ്പർ നമുക്കിവിടെ പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം വരെ നടന്നിരുന്ന സിലബസിൽ നിന്ന് മാറ്റം വന്ന് ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ആ പുതിയ സിലബസ് എക്സാമിനേഷനാണ് ഈ വരുന്ന ജൂൺ 2024 എക്സാമിനേഷൻ. അപ്പം അതിൽ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ വരെ നമുക്കുണ്ടായിരുന്നത് ബിസിനസ് ലോ എന്ന് പറയുന്നത് 60 മാർക്സിനും അതേപോലെ തന്നെ BCK എന്ന് പറയുന്ന പേപ്പർ 40 മാർക്സിനും കൂടിയിട്ടുള്ള ഒരു 100 മാർക്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി മുതൽ കംപ്ലീറ്റ് ആയിട്ട് 100 മാർക്സ് ബിസിനസ് ലോ എന്നുള്ള പേപ്പർ തന്നെയാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും ആ ഒരു ക്വസ്റ്റ്യന്റെ ഡിവിഷൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു ആൻസർ ആണ് നമുക്ക് ശരിക്കും ഈ മോക്ക് ടെസ്റ്റ് പേപ്പറിലൂടെ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മെയിൻ എക്സാമിനേഷന്റെ ഒരു പാറ്റേണിൽ തന്നെയാണ് അവരിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ളത്. എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടെ മോക്ക് ടെസ്റ്റ് പേപ്പർ സീരീസ് 1 മുൻപത്തെ എക്സാമിൻസിനെ പോലെ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. മൊത്തം 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. മൊത്തം 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി എന്നുള്ള രീതി തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്ന ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. അത് കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഫോർ 20 മാർക്സ്. ദെൻ 2, 3, 4, 5, 6. അതിൽ ഇതും 20 മാർക്കിന്റെ ആണ്. ഇതും 20 മാർക്ക്, ഇതും 20 മാർക്ക്. അങ്ങനെ എല്ലാം ഒരു 20 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിനേഷന് ഇപ്പൊ മോക്ക് ടെസ്റ്റ് പേപ്പറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രം എന്തായിരിക്കും, നമ്മുടെ കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രം എന്തായിരിക്കും, കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനുശേഷം വരുന്ന 5 ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. ഏതെങ്കിലും 4 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ 5 into 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു 100 മാർക്സിന്റെ പേപ്പർ പാറ്റേൺ വരുന്നത്. നമുക്കിവിടെ കാണുന്നുണ്ടാവും, ഇതില് ആൻസർ എനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കമ്പൽസറി ആൻഡ് ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം ദ റിമൈനിങ് 5 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. ഏകദേശം ഈ 6 ക്വസ്റ്റ്യൻസിലും കുറെ സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സബ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ സൈറ്റിലേക്ക് നിങ്ങളുടെ SRO നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് MTPയും ഇതിന്റെ ആൻസർ കീ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ മൊത്തം ഈ ഒരു പേപ്പറിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയാണ്. ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് that is from Indian Contract Act. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് 7 മാർക്കിനാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ വന്നിരിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 7 മാർക്കാണ്. ബി ദാറ്റ് ഈസ് കമ്പനീസ് ആക്ട് 7 മാർക്ക്. അതേപോലെ തന്നെ സി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 6 മാർക്ക്. അതിനുശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എ ദാറ്റ് ഈസ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 7 മാർക്സ്. ദെൻ ബി വന്നിരിക്കുന്നത് കമ്പനീസ് ആക്ട് 7 മാർക്സ്. സി വന്നിരിക്കുന്നത് LLPയിൽ നിന്നുള്ള 6 മാർക്സ്. ദെൻ മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് എ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നുള്ള 7 മാർക്സ്. ബി കമ്പനീസ് ആക്ടിൽ നിന്നുള്ള 7 മാർക്സ്. സി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള 6 മാർക്സ്. അതിനുശേഷം നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള 7 മാർക്സ്. ബി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിൽ നിന്നുള്ള 7 മാർക്സ്. സി ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നിന്നുള്ള 6 മാർക്സ്. അതിനുശേഷം അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എ വന്നിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അല്ലേ.
സോഗ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നുള്ള 7 മാർക്കിന്റെ ചോദ്യം, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നുള്ള 7 മാർക്കിന്റെ ചോദ്യം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള 6 മാർക്കിന്റെ ചോദ്യം. അതിനുശേഷം 6ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിൽ നിന്നുള്ള 7 മാർക്കിന്റെ ചോദ്യം, ബി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള 6 മാർക്കിന്റെ ചോദ്യം, സി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നുള്ള 7 മാർക്കിന്റെ ചോദ്യം. നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, 2 7 മാർക്കിന്റെ ചോദ്യം, ഒരു 6 മാർക്കിന്റെ ചോദ്യം എന്നുള്ള രീതിയിലാണ് എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും പോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ മുൻപത്തെ എക്സാംസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും 7 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെ? പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 7 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു 7 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേലും 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ സെറ്റിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 മാർക്കിന്റെ വന്നെങ്കിലും രണ്ടാമത്തത് പിന്നെ 4 മാർക്ക്, അതേപോലെ തന്നെ 3 മാർക്ക്, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ സബ് ക്വസ്റ്റ്യന് വീണ്ടും സബ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ മാത്രമല്ല, പിന്നീട് 4ാമത്തെ ക്വസ്റ്റ്യനിലും അത് സംഭവിച്ചിട്ടുണ്ട്. 4 മാർക്ക് 3 മാർക്ക് എന്നിങ്ങനെയുള്ള 2 രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 5ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആ സബ് ക്വസ്റ്റ്യൻസിന്റെ വീണ്ടും സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തിരിച്ചുകൊണ്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3 ക്വസ്റ്റ്യനോളം അവർ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, 7 മാർക്കിന്റെ അല്ലാത്ത രീതിയിലേക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം 7 മാർക്കിൻ്റെതാണ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു ടെൻഷന്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെയും അതേപോലെ തന്നെ എന്താ പറയാ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്കിന്റെയും ഒരു ക്വസ്റ്റ്യൻ സെറ്റ് വരുന്നത് 4ാമത്തെ ചോദ്യത്തിലാണ്. അവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിൽ നിന്നും IRFൽ നിന്നും കമ്പൈൻ ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നുണ്ട്. പിന്നീട് നെഗോഷ്യബിളിന്റെ ഒരു 7 മാർക്കിന്റെ ചോദ്യം വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യനിലാണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇനി ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മാർക്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇപ്പൊ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ മോക്ക് ടെസ്റ്റ് പേപ്പർ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നും 32 മാർക്കിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. ശരിക്കും അവർ പറഞ്ഞിരിക്കുന്നത് ഒരു 20 to 30 മാർക്സ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് വരുന്നതാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ 32 മാർക്കിനുള്ള മോക്ക് ടെസ്റ്റ് പേപ്പർ നമുക്ക് കാണാനുണ്ട്. അതേപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നമുക്ക് വന്നിരിക്കുന്നത് 21 മാർക്കിന്റെ ചോദ്യമാണ്. ശരിക്കും 15 to 20 ആണ് ശരിക്കും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്ന് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നോക്കുമ്പോൾ നമുക്ക് 20 മാർക്കിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. അഗെയിൻ അത് 15 to 20 ആണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ കമ്പനീസ് ആക്ടിൽ നിന്നും 21 മാർക്കിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. അതും 15 to 20 ആണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ LLPയിൽ നിന്ന് നമുക്ക് വരുന്ന ചോദ്യം 6 മാർക്കിന്റെ ചോദ്യമാണ്. നമുക്ക് ശരിക്കും അത് പറഞ്ഞിരുന്നത് ഒരു 5 to 10 മാർക്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉള്ളതിൽ നിന്നുള്ളത് 6 മാർക്കിന്റെ ചോദ്യമാണ്. അത് 0 to 5% ആണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം 14 മാർക്കിന്റെ ചോദ്യമാണ്. അതും നമുക്ക് പറഞ്ഞിരുന്നത് 10 to 15 മാർക്സ് ഉള്ള ചോദ്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഏകദേശം നമുക്ക് എങ്ങനെയാണോ അവർ ബ്ലൂ പ്രിന്റ് തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും ക്വസ്റ്റ്യന്റെ പാറ്റേണും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ 32 മാർക്സും 21 അതേപോലെ നമ്മുടെ പഴയ ഇതുകൾ മാത്രം എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും അതേപോലെ തന്നെ ഈ കമ്പനീസ് ആക്ട് വരെ പഠിച്ചാൽ മതിയല്ലോ, അതിൽ നിന്ന് തന്നെ ഏകദേശം നല്ല മാർക്ക് ഒരു 70 to 90 മാർക്സ് ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ആക്ച്വലി അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം. LLP എന്ന് പറയുന്നത് വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്കും ചെറിയ ചാപ്റ്റർ ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റിൽ ഉണ്ടായിരുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് വെച്ച് നോക്കുമ്പോൾ അതും വളരെ ചെറുതാണ്. അപ്പൊ ഈ ഒരു 3 ചാപ്റ്റർ മാത്രം പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം 26 മാർക്സിന്റെ വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ് മീൻസ് ഇതിൽ നിന്നെല്ലാം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 32 മാർക്സ് നമുക്ക് കിട്ടണമെങ്കിൽ 9 യൂണിറ്റ്സ് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അതേ സമയത്ത് LLPയിൽ നിന്ന് 6 മാർക്ക് മേടിക്കാനായിട്ട് വളരെ 5 or 6 പേജ് മാത്രമുള്ള ആ LLP ആക്ടിന്റെ ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചാൽ മതിയോ? അപ്പോൾ നമ്മുടെ വെയിറ്റേജ് നോക്കുന്ന സമയത്ത് അതിന്റെ തന്നെ ക്വാണ്ടിറ്റി കൂടി നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ LLP, IRF, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകരുത്.
എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. കാരണം LLP എന്നൊക്കെ നമുക്ക് LLP അതേപോലെ IRF-ൽ നിന്നൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ നെഗോഷ്യബിളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടാവും. നെഗോഷ്യബിളി നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ യെസ് 4-ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനും 6-ൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനുമാണ്. സോ 4-ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി കണ്ടോ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എക്സ്പ്ലെയിൻ, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ 6-ൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നതിലും അതൊരു കേസ് ലോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഒരു കേസ് ക്വസ്റ്റ്യനുമാണ് നമുക്ക് നെഗോഷ്യബിളി എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക. പക്ഷെ IRF-ൽ നിന്നും അതേപോലെ LLP-യിൽ നിന്നും നമുക്ക് വന്നിരിക്കുന്നത് രണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സീരിയസ്നെസ്സിൽ തന്നെ ആ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മളിപ്പോൾ MTP-യിൽ വായിക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവുന്ന ഒരു ഭാഗമാണ് ഈ MTP-യുടെ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. Wherever necessary, suitable assumption should be made and disclosed by way of not forming the part of answer. And also working note should be form part of answer. ഞാൻ ആദ്യം ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് പറഞ്ഞുതരാം. ഈ സ്യൂട്ടബിൾ എസംഷൻസ് എന്ന് പറയുന്ന സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ചിലപ്പോൾ എസംഷൻസ് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബെയിൽമെന്റ് പഠിച്ച സമയത്ത് എന്തായിരുന്നു, ബെയിലറുടെ കൺസെന്റോട് കൂടിയിട്ടാണ് ഗുഡ്സ് മിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ രണ്ടുപേർക്കും പ്രപ്പോർഷനേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നു. കൺസെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെപ്പറബിൾ ആണെങ്കിൽ എങ്ങനെ, സെപ്പറബിൾ അല്ലെങ്കിൽ എങ്ങനെയെന്നുള്ളത് നമ്മൾ കൺസെന്റ് ഇല്ലാത്ത കേസിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ തരുന്ന സമയത്ത് അത് സെപ്പറബിൾ ആണ് അല്ലെങ്കിൽ നോൺ സെപ്പറബിൾ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അവിടെ കൺസെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അവിടെ കൺസെന്റ് ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അത് സെപ്പറബിൾ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ ഒട്ടും മറന്നു കളയാതെ നേരെ ആൻസർ എഴുതാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫസ്റ്റ് തന്നെ നമ്മൾ മുൻപ് ക്ലാസ്സിലേക്ക് പറഞ്ഞ പോലെ തന്നെ ലെറ്റസ് അസ്യൂം എന്നുള്ള രീതിയിൽ എന്ത് എഴുതണം, ലെറ്റസ് അസ്യൂം ദാറ്റ് ദി ബെയിലർ ഓർ ബെയിലി മിക്സ് ദാറ്റ് ഗുഡ്സ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി ബെയിലർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. അതായത് നമ്മൾ ഏത് എസംഷനിലാണ് നിൽക്കുന്നതെന്നുള്ളത് അവിടെ എഴുതേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ശരിക്കും ഈ എസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുൻപ് നിങ്ങളിപ്പോൾ ആദ്യം ഇപ്പോൾ ചില ആൾക്കാർ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം ഇപ്പോൾ കൂടുതൽ എക്സാം എഴുതുന്നത്. അതിന് മുൻപ് നമ്മൾ ഈ കോൺട്രാ അറ്റാക്കിനകത്ത് നമ്മൾ ഡാമേജസ് പറയുന്ന സമയത്ത് സ്പെഷ്യൽ ഡാമേജസ് നോട്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് പറയാറില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എസംഷൻ കൊടുക്കാം, നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന എസംഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നോട്ടീസ് ചെയ്തിട്ടില്ല എന്ന എസംഷൻ കൊടുക്കാം. ഓക്കെ, അതാണ് ആ ഒരു എസംഷൻസിന്റെ പാർട്ട് വരുന്നത്. അത് വലിയൊരു കൺഫ്യൂഷൻ ഉള്ള കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, വർക്കിംഗ് നോട്ട് ഷുഡ് ഫോം പാർട്ട് ഓഫ് ദി ആൻസർ ആണ്. പലപ്പോഴും നമ്മൾ വർക്കിംഗ് നോട്ട്സ് ഇടാറുണ്ട് അല്ലേ. അതായത് ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോഷുവട്ടി എന്നുള്ള കേസിനകത്ത് നമ്മൾ ചിലപ്പോൾ ഈ ചില കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ഒരാൾക്ക് ഇത്രയാണ്, എ ഇത്ര കൊടുക്കും, ബി ഇത്ര കൊടുക്കും, അല്ലെങ്കിൽ സി ഇത്ര കൊടുക്കും എന്ന് പറയും. ജോയിന്റ് പ്രോമിസേഴ്സിന്റെ കേസിലും അതേപോലെ നമ്മൾ കാൽക്കുലേഷൻസ് കാണിക്കാറുണ്ട്. ഡാമേജസിന്റെ കേസിൽ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ മനക്കണക്ക് കൂട്ടുകയോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടെത്തി കാൽക്കുലേറ്റർ വെച്ചിട്ടൊക്കെ കണ്ടെത്തി എഴുതുമായിരിക്കും. എന്തായാലും നിങ്ങൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ലോണിന്റെ എക്സാമിനേഷൻ എന്തായാലും കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ മറക്കരുത്. സോ അതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റർ തന്നെ കിട്ടിയതായിരിക്കാം. പക്ഷേ നമ്മൾ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ആൻസറിന്റെ അനാലിസിസ് പാർട്ടിലോ അല്ലെങ്കിൽ കൺക്ലൂഷൻ പാർട്ടിലോ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാൽക്കുലേഷൻസ് കാണിക്കണം. കാരണം ദാറ്റ് ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് ആൻസർ. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉള്ളത്. സോ ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.